അങ്കിള് വാ. അങ്കിൾ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി അമ്മയെ വിളിച്ചിട്ട് വരാം. അമ്മയാ? ഇവനാരാ? തെയ്യും തക്ക തെയ്യും അമ്മേ, താഹ ഒരു അങ്കിള് കാണാൻ വന്നിട്ടുണ്ട്. ഞാനിപ്പോ വരാം. കാണണമെന്ന് തോന്നി, അതിനാ വന്നത്. വേണുട്ടിരിക്കെ. വേണുട്ടൻ വന്നതില് സന്തോഷം. വേണുട്ടൻ വന്നാലല്ലേ എനിക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ പറ്റൂ. അതുമാത്രമല്ല, വേണുട്ടൻ വരുമ്പോ എനിക്കും ബന്ധുക്കളുണ്ടെന്ന് തോന്നിപ്പോവാ. മാഡം വിഷമിക്കുന്നതിനാ? മാഡത്തിന് എല്ലാരും ഉണ്ട്. മാഡം കുറെ വിഷമിച്ചിട്ടുണ്ട്. അതൊക്കെ വിധിയാണെന്ന് കരുതിയാ മതി. ഒരു കാര്യം സത്യ, ദൈവം എല്ലാ കാലത്തും എല്ലാവരെയും തോൽപ്പിക്കില്ല, കരയിപ്പിക്കില്ല. മാഡത്തിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവം തിരികെ തരും. അവളും അവളുടെ മകനും കൂടി എന്നെ പിടിച്ച് പൂട്ടിയിട്ടേക്കായിരുന്നു. ഞാൻ അവരുടെ തടവിലായിരുന്നു. ചാകാതെ അവിടുന്ന് രക്ഷപ്പെട്ടത് എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം. ഒരിക്കൽ കൂടി എന്റെ കുഞ്ഞിനോടൊപ്പം ജീവിക്കാൻ ദൈവം ഈ അമ്മയ്ക്ക് അവസരം തന്നതാണെങ്കിലോ? ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കും മാഡം. അംബികാവർമ്മ ചെയ്തതിനൊക്കെ അംബികാവർമ്മ അനുഭവിക്കും. കാലം ഇതിനൊക്കെ സാക്ഷിയാ. വെറുതെ വിടില്ല ഒന്നിനെ. മറ്റൊരു സന്തോഷമുള്ള കാര്യമുണ്ട്. സരസ്വതി മാഡം വന്നിട്ടുണ്ട്. എവിടെ? വർമ്മ സാറിന്റെ വീട്ടില്. അതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ വേണുട്ടാ. അമ്മ കൽക്കട്ട വിട്ടിട്ട് നേരെ സൂര്യമംഗലത്തേക്ക് പോയില്ലേ? ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എവിടെ? കുറച്ചു നാള് കൂടി സന്തോഷമുള്ളൊരു വാർത്ത ഞാൻ കേട്ടു. ദൈവത്തിന് നന്ദി. സരസ്വതി മാഡം വിളിക്കാറില്ലേ? ഇല്ല, പിണക്കം കൊണ്ടൊന്നുമല്ല. എന്റെ സങ്കടങ്ങളില് അമ്മയ്ക്ക് എന്ത് ചെയ്യാനാവും? അമ്മയ്ക്ക് കൊച്ചുമകളെയും കൊച്ചുമകൾക്ക് അമ്മമ്മ ഇഷ്ടമായോ? ഇഷ്ടാ. കൊച്ചുമോളുടെ കല്യാണം നടത്താനുള്ള ഓട്ടത്തിലാ സരസ്വതി മാഡം. ഓ, സന്തോഷായി വേണോട്ടാ. ആ കാര്യം പറയാൻ കൂടി വേണ്ടിയാ വാസ്തവത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ വേണോട്ടാ? രാജുവിനെ കൊണ്ട് ഹൃദയിക മാഡത്തെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് സരസ്വതി മാഡം എൻ്റെ അടുത്ത് വന്നിരുന്നു. അകലേ നോവിനാലേ